കർത്താവ് മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് യേശുവിന്റെ ഭൗമിക പിതാവ്. യൗസേപ്പിനെ അവതരിപ്പിക്കാൻ മത്തായി സുവിശേഷകൻ 2 വിശേഷണങ്ങളാണ് നൽകുന്നത്. 1, യൗസേപ്പ് നീതിമാനായിരുന്നു. 2, യൗസേപ്പ് തന്റെ ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു. പഴയ നിയമത്തിൽ നീതി എന്നത് നിയമം അക്ഷരശ അനുസരിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. നിയമം കടുകിട തെറ്റാതെ അനുസരിക്കുന്നവനെ മാത്രമേ നീതിമാൻ എന്ന് വിളിക്കാനാവൂ. എന്നാൽ നിയമലംഘനം നടത്തുന്ന യൗസേപ്പിനെ നീതിമാൻ എന്ന് വിളിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ വിപ്ലവകരമായ ആത്മീയതയെ മത്തായി സുവിശേഷകൻ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. വിവാഹനിശ്ചയം കഴിഞ്ഞവർ വിവാഹിതരെ പോലെ പരിഗണിക്കപ്പെടും എന്നതിനാൽ അവരുടെ വിവാഹേതര ബന്ധങ്ങളെല്ലാം വ്യഭിചാരമായി കണക്കാക്കണമെന്നതായിരുന്നു യഹൂദ നിയമം. വ്യഭിചാരത്തിനുള്ള ശിക്ഷയാകട്ടെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതും. വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട യൗസേപ്പിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച മറിയം സ്വാഭാവികമായും വധശിക്ഷയ്ക്ക് അർഹമാണെന്ന് നിയമം അനുശാസിക്കുന്നു. മറിയത്തെ നിയമത്തിനു മുമ്പിൽ എത്തിക്കേണ്ട യൗസേപ്പാകട്ടെ നിയമാനുഷ്ഠാനത്തിന് കൂട്ടാക്കാതെ മറിയത്തിന്റെ ജീവൻ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. നിയമാനുഷ്ഠാനം നീതിയാകണമെങ്കിൽ ചിലപ്പോൾ നിയമലംഘനമേ നീതിയാകൂ എന്ന സത്യം സുവിശേഷകൻ വെളിപ്പെടുത്തുന്നു. നിയമാനുഷ്ഠാനത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള യഹൂദ ക്രൈസ്തവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള മത്തായിയുടെ സഭയിൽ യഹൂദരുടെ നൈയാമിക ധാർമ്മികതയും പുതിയ നിയമത്തിന്റെ സമുന്നത സ്നേഹനിയമവും തമ്മിലുള്ള ഘർഷണം നിലനിന്നിരുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 39-40 തിരുവചനങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈ പ്രതിസന്ധിക്ക് ഉത്തരമായി മനുഷ്യമഹത്വത്തിന് പ്രാധാന്യം നൽകി മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് നിയമാനുഷ്ഠാനത്തെക്കാൾ ശ്രേഷ്ഠം എന്ന മാർഗനിർദ്ദേശം നൽകുവാനായിട്ടാണ് നിയമലംഘകനായ യൗസേപ്പിനെ നീതിമാനായി ആമുഖത്തിൽ തന്നെ ചിത്രീകരിക്കുന്നത്. യൗസേപ്പിന്റെ നിയമലംഘനത്തിനുള്ള കാരണമാണ് പരമപ്രധാനം. അവൻ തന്റെ ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നത്. മറിയത്തിന്റെ ഉദരത്തിൽ ആരാന്റെ കുഞ്ഞു വളർന്നു തുടങ്ങിയതോടെ യൗസേപ്പിന്റെ ദാമ്പത്യ സ്വപ്നങ്ങളിൽ അത്രയും കരിനിഴൽ വീണതാണ്. തന്റെ സ്വപ്നങ്ങൾ തല്ലിക്കൊഴിച്ച് ജീവിതത്തിലെ അശനിപാതമായി മാറിയ മറിയത്തെ ഇല്ലായ്മ ചെയ്യാൻ നിയമാനുസൃതം കിട്ടിയ അവസരം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ പുതിയ നിയമം വിഭാവനം ചെയ്യുന്ന ശ്രേഷ്ഠമായ ധാർമ്മികതയാണ് യൗസേപ്പ് അനുധാവനം ചെയ്യുന്നത് എന്ന് വ്യക്തമാകുകയാണ്. കാരണം എന്തുമാകട്ടെ, താൻ മൂലം ഈ ഭൂമിയിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാൻ ഇടവരരുത് എന്ന ആത്മീയതയാണ് യൗസേപ്പിന്റെ ശ്രേഷ്ഠതയ്ക്ക് ആധാരം. യൗസേപ്പിന്റെ കുടുംബത്തെയാണ് തിരുക്കുടുംബം എന്ന് സഭ വാഴ്ത്തുന്നത്. കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റുന്ന മനോഭാവം എന്താണെന്ന് യൗസേപ്പ് എന്ന കുടുംബനാഥനിലൂടെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. തനിക്ക് എന്തെല്ലാം നഷ്ടവും തകർച്ചയും ഉണ്ടായാലും താൻ മൂലം തൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും ഈ ഭൂമിയിൽ വീഴാൻ അനുവദിക്കില്ല എന്ന സ്നേഹനീതിയുടെ നിർബന്ധ ബുദ്ധിയാണ് കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റുന്നത്. സ്വന്തം കുടുംബത്തെ തിരുക്കുടുംബമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൗസേപ്പിന്റെ കുടുംബത്തെ മാതൃകയാക്കാം. ഒരു പ്രശ്നവുമില്ലാത്ത കുടുംബമായിരുന്നില്ല നസ്രത്തിലെ തിരുക്കുടുംബം. മറിച്ച് ഒരു കുടുംബം തകരാൻ പോരുന്ന പ്രശ്നങ്ങളിലെ പരകോടിയായ പ്രശ്നത്തെ അഭിമുഖീകരിച്ച കുടുംബമായിരുന്നു നസ്രത്തിലെ കുടുംബം. എന്നിട്ടും ആ കുടുംബം തകരാതിരുന്നതിന്റെ കാരണം നിയമത്തെ അതിലംഘിക്കുന്ന നീതി അനുഷ്ഠിക്കുന്ന യൗസേപ്പ് തന്റെ ജീവിത പങ്കാളിയുടെ അഭിമാനത്തിന് കാവൽ നിൽക്കാൻ കാട്ടിയ നിർബന്ധ ബുദ്ധിയാണ്. ദൈവസ്നേഹവും പരസ്നേഹവും, അതായത് നീതിമാൻ ജീവിത പങ്കാളിയോടുള്ള സ്നേഹവും സമഞ്ജസമായി സമ്മേളിപ്പിച്ച വ്യക്തി എന്ന നിലയിലാണ് പുതിയ നിയമം യൗസേപ്പിനെ അവതരിപ്പിക്കുന്നത്. ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച സത്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പുതിയ നിയമത്തിന്റെ ഭൂമിക തീർത്ത കഥാപാത്രമായി യൗസേപ്പ് നമ്മുടെ മനസ്സിൽ നിറയുകയാണ്. ശിശുവിന് യേശു എന്ന് പേരിടാൻ മാലാഖ ജോസഫിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ദൈവം രക്ഷിക്കുന്നു എന്ന അർത്ഥമുള്ള യഹോഷുവ എന്ന ഹീബ്രു വാക്കിന്റെ ഗ്രീക്ക് രൂപമാണ് യേസൂസ് എന്നത്. ഇംഗ്ലീഷിൽ ജോഷ്വ എന്ന ലിപ്യന്തരണം നേടിയ പദവും ഇത് തന്നെയാണ്. ജോഷ്വ മോശയുടെ പിൻഗാമിയും ദൈവജനത്തിന്റെ പിന്തുടർച്ച അധികാരിയുമായിരുന്നു. പുതിയ നിയമത്തിലെ മോശയായി യേശുവിനെ അവതരിപ്പിക്കുന്ന മത്തായിയെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന പേര് അർത്ഥവത്താണ്. ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും, ജോഷ്വ 1:9 എന്ന് ജോഷ്വയ്ക്ക് ലഭിച്ച വാഗ്ദാനം യേശുവിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. യേശു എന്ന പേര് 80 തവണ മത്തായി തന്റെ രചനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നതിൽ നിന്ന് ഈ പേരിന് മത്തായി നൽകിയ പ്രാധാന്യം വ്യക്തമാണ്. യേശു എന്ന പേര് ക്രിസ്തുവിനല്ലാതെ മറ്റു വ്യക്തികൾക്കും പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കൊളോസസ് 4:11, ലൂക്ക 3:29. യേശു എന്ന പേരിലുള്ള 20-ൽ പരം വ്യക്തികളെ അറിയാമെന്ന് യഹൂദ ചരിത്രകാരനായ ജോസഫുസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാധാരണ നാമങ്ങളിൽ ഒന്നായ യേശു എന്ന പേര് രക്ഷകന് നൽകുക വഴി യേശുവിൻ്റെ
മാനുഷികതയാണ് ഊന്നി പറയുന്നത്. പേരിടാനുള്ള അധികാരം വിനിയോഗിക്കുക വഴി ജോസഫ് ലോകദൃഷ്ടിയിൽ യേശുവിന്റെ പിതാവായി പരിഗണിക്കപ്പെട്ടു. ജോസഫ് ആകട്ടെ ദാവീദിന്റെ ഗോത്രത്തിലും വംശത്തിലും പെട്ടവനായിരുന്നു. തന്മൂലം യേശുവിന് ദാവീദിന്റെ പുത്രൻ എന്ന അഭിധാനം അന്വർത്ഥമായതായി സുവിശേഷകൻ സമർത്ഥിക്കുന്നു. യേശുവിന്റെ വംശാവലിയിലൂടെയും ജനന വിവരണത്തിലൂടെയും യേശു ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ് എന്ന് മത്തായി സുവിശേഷകൻ വളരെ വ്യക്തമാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1:25 പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന വാക്യത്തെ പരിശുദ്ധ മറിയത്തിന്റെ നിത്യകന്യകാത്വത്തിനുള്ള നിഷേധക്കുറിപ്പായി ചിലരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്. യവന കാലഘട്ടത്തിലെ ഭാഷാശൈലിയെക്കുറിച്ചുള്ള അവരുടെ അജ്ഞതയാണ് ഇത് വെളിവാക്കുന്നത്. അതുവരെ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഹെയോസ് എന്ന ഗ്രീക്ക് പദത്തിന് അതിനുശേഷം വിപരീതമായത് സംഭവിച്ചു എന്ന ധ്വനിയില്ല. ഉദാഹരണമായി 2 സാമുവേൽ 6:23 സാവൂളിന്റെ പുത്രി മിഷേൽ മരണം വരെ സന്താനരഹിതയായിരുന്നു, മരിച്ചതിനു ശേഷം സന്താന ഭാഗ്യമുണ്ടായി എന്ന് ഇതിനർത്ഥമില്ലല്ലോ. ഏശയ്യാ 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ നിങ്ങളെ രക്ഷിക്കും, വാർദ്ധക്യത്തിന് ശേഷം നശിപ്പിക്കും എന്ന് വ്യാഖ്യാനിക്കുന്നത് വിഡ്ഢിത്തമല്ലേ. സങ്കീർത്തനം 110:1 ഞാൻ നിന്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുന്നതുവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക, ശത്രുക്കളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നീ എഴുന്നേറ്റ് പോകണം എന്ന അർത്ഥം ഈ വചനത്തിലില്ല. എമ്മാവൂസ് ശിഷ്യന്മാരോട് ക്രിസ്തു ചോദിച്ച ചോദ്യം തന്നെയാണ് പന്തക്കുസ്ത വിഭാഗക്കാരോട് ചോദിക്കാനുള്ളത്. വിശ്വസിക്കാനാവാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു പോയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ലൂക്കാ സുവിശേഷം 14:25. മറിയവും യോസേപ്പും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരുന്നുവെന്ന് സഭാപിതാവായ എഫ്രേം പാടുന്നത് ഇപ്രകാരമാണ്: പരിപാവനമാം വസ്തുക്കൾ നിറയും പെട്ടക സവിധത്തിൽ വിരവൊടു ശുശ്രൂഷകൾ ചെയ്യും ആചാര്യനു തുല്യം. പുരോഹിതന്റെ മനോഭാവത്തോടെയാണ് മറിയത്തോടൊപ്പം യൗസേപ്പ് ജീവിച്ചത് എന്നാണ് വിശുദ്ധ എഫ്രേം പാടുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിപൂർവം ജീവിക്കുവാനായി ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. വളരെ കരുണയോടുകൂടി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കുവാനുള്ള കരുണാ മനോഭാവം ഞങ്ങളിൽ നിറയ്ക്കണമേ. ആമേൻ.